മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ സമുന്നതരായ നേതാക്കന്മാരെല്ലാം എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരം ഹിന്ദുവിൻ്റെ പത്രാധിപർ എൻ റാം ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി അല്പം മുമ്പ് എൻ റാം സംസാരിക്കുകയും ചെയ്തു. എന്നും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായിരുന്നു. സഹയാത്രികൻ തന്നെയാണ് ഇപ്പോഴും എൻ റാം എന്ന് വേണമെങ്കിൽ പറയാം. ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, വിവരങ്ങൾ. SKN CPIM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ഇനി അല്പസമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാവരും തന്നെ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാന ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. 8 മണിക്ക് പതാക ഉയർത്താനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പതാക ജാഥ ഇതിനകം ഇതുവരെയും ഈ സമ്മേളനം നടക്കുന്ന സീതാറാം യെച്ചൂരി നഗറിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പതാക ജാഥ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ പതാക ഉയർത്തലടക്കമുള്ള നടപടികൾ ആരംഭിക്കും. സമ്മേളന നടപടികൾക്ക് ഔപചാരികമായ തുടക്കം അതോടുകൂടിയാണ് ആകുന്നത്. അതിനുശേഷമാണ് പ്രതിനിധി സമ്മേളനം. 10:30-ന് CPIM-ന്റെ PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് CPIM പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സഹ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ അടക്കമുള്ള നേതാക്കൾ ഇതിനകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ സമ്മേളന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റ് ഇടതുപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളെയും രാജ്യാന്തര പ്രതിനിധികളെയും ഒക്കെ തന്നെ പാർട്ടി കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന പതിവ് CPIM-ന് നേരത്തെയുണ്ട്. ആ പതിവ് പാലിച്ച് ഇപ്പോഴും അത്തരത്തിലുള്ള ആളുകൾക്ക് ഇവിടേക്ക് ക്ഷണമുണ്ട്. എന്തായാലും പാർട്ടി കോൺഗ്രസിൻ്റെ ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. CPIM-ന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ ഇടപെടൽ ശേഷി കുറഞ്ഞ ഘട്ടത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. കാരണം CPIM-ന്റെ ലോക്സഭയിലെ MP-മാരുടെ പ്രാതിനിധ്യം 4 കുറഞ്ഞിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.77% വോട്ട് വിഹിതം ഉണ്ടായിരുന്നത് ഇപ്പോൾ 1.76% കുറഞ്ഞു. കേരളത്തിലാകട്ടെ ഒരു ദശാബ്ദക്കാലത്തിനകം 7% വോട്ട് വിഹിതത്തിലുള്ള കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ദുർഘടമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. എന്നാൽ സംഘടനാപരമായി കേരളത്തിലെ പാർട്ടി വളരെ ശക്തമാണ്. കേരളത്തിൽ അധികാരമുണ്ട്. അതുകൊണ്ട് കേരള ഘടകമായിരിക്കും ഈ സമ്മേളനത്തിന് ഗതി നിർണ്ണയിക്കുന്ന തീരുമാനങ്ങളുടെ ചാലകശക്തിയായി മാറാൻ പോകുന്നത്. പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നിർണായകമായ തീരുമാനങ്ങളിലും കേരള ഘടകത്തിൻ്റെയും നേതാക്കളുടെയും ഇടപെടലുണ്ടാകും. കേരളത്തിൽ നിന്ന് ഒരു ജനറൽ സെക്രട്ടറി CPIM-ന് ഇത്തവണ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. മുതിർന്ന PB അംഗമായ MA ബേബിയുടെ പേരാണ് സജീവമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പറയുന്നത്. ഒപ്പം തന്നെ BV രാഘവലു, അശോക് ധാവ്ല തുടങ്ങിയ നേതാക്കളുടെ പേരുകളുമുണ്ട്. എന്നാൽ പ്രായപരിധി മാനദണ്ഡത്തിൽ ആർക്കൊക്കെ ഇളവ് എന്നതും ഈ പാർട്ടി കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ 17-അംഗ പോളിറ്റ് ബ്യൂറോയിൽ 7 പേർ 75 വയസ്സ് പ്രായപരിധി പിന്നിട്ടതാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് നമ്മുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിക്ക് നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ അക്കാര്യം കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇളവ് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മറ്റു നേതാക്കൾക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ ബൃന്ദ കാരാട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ ഇടയില്ല എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല, ചെറുമകൻ ഇഷാൻ, മറ്റ് നേതാക്കളെല്ലാവരും തന്നെ ഇവിടെ ഈ സമ്മേളന വേദിയിലെത്തി.